2024 ഈ വർഷം ആകാശത്ത് മനോഹരമായിട്ടുള്ള നിരവധി അത്ഭുത കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അക്കൂട്ടത്തിൽ 2 സൂര്യഗ്രഹണങ്ങൾ വരുന്നുണ്ട്, ചന്ദ്രഗ്രഹണം വരുന്നുണ്ട്, 2 വാൽ നക്ഷത്രങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇതിനു പുറമെ ധാരാളമായി മീറ്റിയോർ ഷവറുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് അത് കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഇവിടെ പരിശോധിക്കാം. വീഡിയോയുടെ ബാക്കി ഭാഗം കാണുന്നതിന് മുൻപ് നിങ്ങൾ എനിക്കൊരു 10 സെക്കൻഡ് തരണം. ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഒരു ചാനലാണ്. ക്രൈം സ്റ്റോറീസും ചരിത്രവും ഒക്കെയാണ് ഇവിടെ വിഷയമായി വരുന്നത്. അതിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജനുവരി മാസം 27-ാം തീയതിയാണ് മാർസ് മെർക്കുറി കൺജങ്ഷൻ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ മാർസ് എന്ന ഗ്രഹത്തെയും മെർക്കുറി എന്ന ഗ്രഹത്തെയും വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇത് കാണാൻ സാധിക്കുന്നത് രാവിലെയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ അതിരാവിലെ തന്നെ. അതുകൊണ്ട് മടിയന്മാർക്ക് ഇത് കാണാൻ അല്പം പ്രയാസമായിരിക്കും. വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കിഴക്ക് ദിക്കിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫെബ്രുവരി മാസം 22-ാം തീയതി നമുക്ക് വീനസ് മാർസ് കൺജങ്ഷൻ കാണാൻ സാധിക്കും. കിഴക്കോട്ട് നോക്കുകയാണെങ്കിൽ വീനസും മാർസും വളരെ അടുത്തായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. ഒരു ടെലസ്കോപ്പിൻ്റെയും ആവശ്യമില്ല. മനോഹരമായിട്ട് തന്നെ ഈ ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ കിഴക്ക് ദിക്കിലായിട്ടായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് ഈ കാഴ്ച കാണേണ്ടതാണ്. മാർച്ച് മാസം 20-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസം തുല്യ അളവിലുള്ള പകലും തുല്യ അളവിലുള്ള രാത്രിയുമാണ് ഉണ്ടായിരിക്കുക. അതായത് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ഉണ്ടായിരിക്കും. അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു റീസൺ തന്നെയുണ്ട്. കാരണം ആ സമയത്ത് സൂര്യൻ കൃത്യം ഭൂമധ്യരേഖയുടെ നേർക്കായിരിക്കും. അതായത് നമ്മുടെ ഇക്വേറ്റർ ലൈനിന് നേർക്കായിരിക്കും. നമുക്കറിയാം കേരളം ഇക്വേറ്റർ ലൈനിനോട് വളരെയധികം അടുത്തായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ശക്തമായിട്ടുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുക. മാർച്ച് മാസമാണ്. അത് കഴിഞ്ഞുള്ള ഏപ്രിലും മെയ്യും ഒക്കെ ശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. കൺജങ്ഷനുകൾ അവസാനിക്കുന്നില്ല. ഈ വർഷം ഒരുപാട് കൺജങ്ഷനുകൾ കാണാനുണ്ട്. മാർച്ച് മാസം 22-ാം തീയതി മനോഹരമായിട്ടുള്ള ഒരു കൺജങ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. വീനസ് സാറ്റേൺ കൺജങ്ഷൻ ആണ് കാണാൻ സാധിക്കുക. രണ്ടും വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ട് ഒരു ടെലസ്കോപ്പുകളും ഇല്ലാതെ തന്നെ ഈ കാഴ്ച കണ്ടാസ്വദിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നോക്കേണ്ടത് കിഴക്ക് ദിക്കിലേക്ക് തന്നെയാണ്. അതും സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം തന്നെ. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് കൃത്യമായിട്ട് എപ്പോഴാണെന്നറിയാൻ നിങ്ങൾ നിങ്ങളുടെ കലണ്ടർ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നത് ഏതാണ്ട് ഒരു 6:15 അല്ലെങ്കിൽ 6:30 സമയത്താണ്. അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് പരിശോധിച്ചിട്ട് മാത്രം ഈ കാഴ്ച നിങ്ങൾ കാണുക. മാർച്ച് മാസം 25-ാം തീയതിയാണ് നമുക്ക് പിനംബ്രൽ ലൂണാർ എക്ലിപ്സ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതുപോലെ അന്റാർട്ടിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിങ്ങളെങ്കിൽ ഈ കാഴ്ച മനോഹരമായിട്ട് രാത്രിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ കൺജങ്ഷൻ കാണാൻ സാധിക്കും. അതായത് 3 സെലസ്റ്റിയൽ ബോഡികൾ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ സെലസ്റ്റിയൽ ബോഡികൾ? ഒന്ന്, നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കി കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിപ്പമേറിയ സെലസ്റ്റിയൽ ബോഡിയായ ചന്ദ്രനാണ്. ചന്ദ്രന്റെ അടുത്ത് തന്നെ മാർസിനെയും സാറ്റേണിനെയും, അതായത് ചൊവ്വാഗ്രഹത്തെയും ശനിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനും നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് കിഴക്ക് ദിക്കിലായിട്ട് ഈ കാഴ്ച കാണാൻ സാധിക്കും. ഏപ്രിൽ 8-ാം തീയതിയാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ എവിടെ നിന്നാലും നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നതല്ല. അതിന് പ്രത്യേകമായിട്ട് ചില സ്ഥലങ്ങളുണ്ട്. ഇത്തവണ കാണാൻ സാധിക്കുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ തുടങ്ങിയ പ്രദേശത്തുള്ള ആളുകൾക്കാണ്. നിർഭാഗ്യവശാൽ ഈ കാഴ്ച നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ പ്രദേശങ്ങൾ മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാഴ്ച കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഏപ്രിൽ 11-ന് നമുക്ക് മാർസ് സാറ്റേൺ കൺജങ്ഷൻ കാണാൻ സാധിക്കും. അതായത് ചൊവ്വാഗ്രഹവും ശനിയും വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഭൂമിയിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ. അത് തമ്മിൽ കോടിക്കണക്കിന് കിലോമീറ്ററിന്റെ ദൂരമാണ് ഉള്ളത്.
എങ്ങോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിഴക്കോട്ട് തന്നെ നോക്കേണ്ടതാണ്. അതും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള സമയം തന്നെ നോക്കിയിരിക്കണം, എങ്കിലേ ഈ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കൂ. ഏപ്രിൽ 21 ഡെവിൾസ് കോമറ്റിനെ നമുക്ക് ഏറ്റവും തിളക്കത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള സമയത്താണ് ഇത് കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾ നോക്കേണ്ടത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ കാണാൻ സാധിക്കും. തെറ്റിദ്ധരിക്കരുത്, അത് നക്ഷത്രമല്ല, അത് ജൂപ്പിറ്റർ എന്ന നമ്മുടെ സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡെവിളിനോട് രൂപസാദൃശ്യമുള്ള ഒരു കോമറ്റ് അല്ലെങ്കിൽ വാൾ നക്ഷത്രത്തെ കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ഒരു ടെലസ്കോപ്പിന്റെയും ആവശ്യമില്ല. മറക്കാതെ ആ കാഴ്ച കണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന് ഡെവിളുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ഡെവിളിനോട് ഒരു രൂപസാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെയുള്ള ഒരു പേര് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ്. ഡെവിൾ കോമറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിന് എന്തുകൊണ്ടാണ് ഡെവിളിന്റെ രൂപം ലഭ്യമായെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഐ ബട്ടൺ പരിശോധിക്കാൻ ഞാൻ അവിടെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഏപ്രിൽ 22 നമുക്ക് ലിറിഡ് മീറ്റിയോർ ഷവർ കാണാൻ സാധിക്കുന്നത്. അത്ര ശക്തമായിട്ടുള്ള ഒരു മീറ്റിയോർ ഷവർ ഒന്നുമല്ല. മീറ്റിയോർ ഷവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീറ്റിയോർസ് ധാരാളമായിട്ട് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് ഉൽക്കാച്ചീടുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മുൻകാലങ്ങളിൽ ഇതുവഴി കടന്നു പോയിട്ടുള്ള കോമറ്റുകൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ, ആ വാൽ നക്ഷത്രത്തിന്റെ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മീറ്റിയോർ ഷവറുകൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കോമറ്റ് അല്ലെങ്കിൽ വാൽ നക്ഷത്രത്തിന്റെ പിന്നിലേക്ക് ഒരു വലിയ വാലുണ്ട്. ആ വാലിൽ ഒരുപാട് പദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുമുണ്ട്. അതിവിടെ നിന്ന് കടന്നു പോയാൽ പോലും ആ പാതയിൽ ഈ അവശേഷിപ്പുകൾ കുറെ അധികം കാലം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനിടയിൽ ചില സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പാതകളിലൂടെ കടന്നു പോകുന്നതാണ്. ആ സമയങ്ങളിലാണ് ഈ ഉൽക്കാച്ചീളുകൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത്. അന്തരീക്ഷത്തിലെ ആ ഒരു വാതകങ്ങളുടെ സാന്നിധ്യം കാരണം, അതിൻ്റെ ഫ്രിക്ഷൻ കാരണം ഈ മീറ്റിയോറുകൾ കത്തിപ്പോകുന്നതാണ്. അത് കത്തിപ്പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ആ കാഴ്ച അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ മീറ്റിയോർ ഷവർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ലിറിഡ് മീറ്റിയോർ ഷവർ അത് അത്ര ശക്തമായിട്ടുള്ള മീറ്റിയോർ ഷവർ ഒന്നുമല്ല. മണിക്കൂറിൽ ഏതാണ്ട് 18 മീറ്റിയോർസിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ധാരാളമായിട്ട് ഒരു സെക്കൻഡിൽ തന്നെ 1-2 മീറ്റിയോർ ഷവറിനെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള മീറ്റിയോർ ഷവറുകളുമുണ്ട്. അതിനെയും നമുക്ക് ഈ വർഷം കാണാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചും തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നതാണ്. മെയ് മാസം 6 നമുക്ക് അക്വാ റെഡ് മീറ്റിയോർ ഷവറിനെ കാണാൻ സാധിക്കുന്നത്. ലിറിഡ് മീറ്റിയോർ ഷവർ പോലല്ല, കൂടുതലായിട്ട് മീറ്റിയോർ ഷവറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മണിക്കൂറിൽ ഏകദേശം 40 മീറ്റിയോർസ് വരെ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഏറ്റവും വ്യക്തമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയമാണ്. അർദ്ധരാത്രി കഴിഞ്ഞും സൂര്യൻ ഉദിക്കുന്നതിനും ഇടയിലുള്ള ആ സമയത്ത് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് മീറ്റിയോർ ഷവറിനെ കാണാൻ കഴിയും. മെയ് മാസം 31 നമുക്ക് സാറ്റേൺ ലൂണാർ ഒക്കുൾട്ടേഷൻ കാണാൻ കഴിയുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ടെലസ്കോപ്പിലൂടെ ഒക്കെ നോക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ണുകൾ കൊണ്ടും കാണാൻ സാധിക്കും. കാരണം സാറ്റേൺ നമുക്ക് ഒരു ടെലസ്കോപ്പിന്റെ സഹായമില്ലാതെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ്. ഒക്കുൾട്ടേഷൻ എന്ന പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ചന്ദ്രന്റെ തൊട്ടു പുറകിലായിട്ട് സാറ്റേൺ കടന്നു പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാറ്റേണിന്റെ ആ ഒരു വലയങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ ദിവസം മഴമേഘങ്ങളൊന്നും ചതിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ടെലസ്കോപ്പുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതാണ്. ഈ ഒരു ദൃശ്യവുമായിട്ട് മാത്രമേ ഞാൻ മടങ്ങി വരികയുള്ളൂ. എനിക്ക് ആ ദൃശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ ഒരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഈ ഒരു പ്രതിഭാസത്തിന് ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ വർഷം തന്നെ മറ്റൊരു ഒക്കുൾട്ടേഷൻ ഉണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ജൂൺ മാസം 30 നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാറ്റേണിനെ കാണാൻ സാധിക്കുന്നതാണ്. ആ ദിവസം സാറ്റേണിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് മുമ്പുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ സാറ്റേൺ കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്നാൽ അനുഭവപ്പെടുക. പക്ഷേ ഈ ഒരു ദിവസം കിഴക്ക് ഭാഗത്തേക്കുള്ള അതിൻ്റെ യാത്ര അവസാനിച്ച് അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ്. ഇതിനെയാണ് റിട്രോഗ്രേഡ് മോഷൻ എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ സാറ്റേൺ ഇപ്രകാരം തിരിഞ്ഞൊന്നും കറങ്ങുന്നതല്ല. അത് ഭൂമിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്കറിയാം, ഭൂമി സാറ്റേണേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന, സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമാണ്. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ദൂരം തന്നെയാണ്. സൂര്യനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. എന്നാൽ സാറ്റേൺ കുറെ കൂടി അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ദൂരം കറങ്ങിയാൽ മാത്രമേ അതിന് ഒരു റവല്യൂഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഭൂമി പെട്ടെന്ന് തന്നെ ഒരു 365 ദിവസം കൊണ്ട് തന്നെ ഒരു റൊട്ടേഷൻ പൂർത്തീകരിക്കുന്നതാണ്. അതേ കാരണം കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ സാറ്റേൺ കിഴക്കോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നും, ചില സമയങ്ങളിലൊക്കെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. അതിൻ്റെ കാരണം ഭൂമിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് റിലേറ്റീവ്ലി ഉള്ള ഭൂമിയുടെയും സാറ്റേണിൻ്റെയും മോഷൻ കാരണമാണ് ഈ റെട്രോഗ്രേഡ് മോഷൻ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്. ജൂലൈ മാസം 6-ാം തീയതി ആ ദിവസം ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതിലും അകലെയായിട്ട് സ്ഥിതി ചെയ്യാൻ ഒരിക്കലും ഭൂമിക്ക് സാധിക്കുന്നതല്ല. ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു ശരാശരി ദൂരമുണ്ട്. ആ ശരാശരി ദൂരം എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. എന്നാൽ അതിനേക്കാൾ ഒരു 30 ലക്ഷം കിലോമീറ്റർ കൂടി അകലെയായിരിക്കും ഈ ദിവസം ഭൂമിയുടെ സ്ഥാനം. പക്ഷേ ഇത് കാരണം ഭൂമിയിൽ കാലാവസ്ഥപരമായിട്ട് ഒരു മാറ്റവുമില്ല. ജൂലൈ മാസം 7-ാം തീയതി നമുക്കറിയാം, ജൂലൈ മാസം എന്ന് പറയുന്നത് മഴ പെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷേ മഴയൊന്നും ഇല്ലെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ ഇവിടെ ശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ്. അല്ലാതെ ഇവിടെ തണുപ്പോ മഞ്ഞോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഭൂമിയിൽ ഒരു പ്രദേശത്തും ഇത്തരത്തിലുള്ള ഒരു ദൂരത്തിലെ വ്യതിയാനം കാരണം കാലാവസ്ഥയിൽ ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നതല്ല. അതിൻ്റെ കാരണം 15 കോടി കിലോമീറ്ററിന്റെ കൂടെ ഒരു 30 ലക്ഷം ആഡ് ചെയ്താലോ അതിൽ നിന്ന് കുറച്ചാലോ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോഴും അത് 15 കോടി കിലോമീറ്റർ തന്നെയാണ്, ഏകദേശം അത്രയും തന്നെയാണ്. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവാണ്. ആ ചരിവ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂമി സ്വയം കറങ്ങുമ്പോൾ ഒരു വോബ്ലിംഗ് എഫക്റ്റ് സംഭവിക്കുന്നതാണ്. അത് കാരണം സൂര്യന്റെ പ്രകാശം നേരിട്ട് അടിക്കുന്ന പ്രദേശത്തിൽ മാറ്റമുണ്ടാകുന്നു. ജൂലൈ മാസം 24-ാം തീയതി നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാൻ സാധിക്കും. ലൂണാർ സാറ്റേൺ ഒക്കുൾട്ടേഷൻ. ഈ വർഷം ഇതിനു മുൻപും ഒരു ഒക്കുൾട്ടേഷൻ സംഭവിച്ചിരുന്നു. പക്ഷേ ആ ദൃശ്യം നമുക്ക് ഇന്ത്യയിൽ നിന്നാൽ കാണാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ഈ ദിവസം നമുക്ക് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ചന്ദ്രന്റെ നേരെ നോക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് സാറ്റേൺ അല്ലെങ്കിൽ ശനിയെ കാണാൻ സാധിക്കുന്നതാണ്. ടെലസ്കോപ്പ് കൂടി ഉണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. കാരണം സാറ്റേണിന് മനോഹരമായിട്ടുള്ള ഒരു റിംഗ് ഉണ്ട്. ആ റിംഗും ഈ ചന്ദ്രന്റെ സ്ഥാനവും ഒക്കെ കാണുമ്പോൾ അത് അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ്. പറ്റുമെങ്കിൽ ഞാൻ ആ ദിവസം ടെലസ്കോപ്പ് ഉപയോഗിച്ച് അത് ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി ടെലസ്കോപ്പ് ഇല്ലെങ്കിൽ പോലും നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും മറന്നു പോകരുത് ഈ മനോഹരമായ കാഴ്ച കാണാൻ. ഓഗസ്റ്റ് മാസം 12-ാം തീയതി ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർസീഡ്സ് മീറ്റിയോർ ഷവർ കാണാൻ സാധിക്കുന്നതാണ്. 1 മണിക്കൂറിൽ 180ഓളം മീറ്റിയോറുകൾ കടന്നു പോകുന്നതായിട്ട് കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ 1-ലധികം മീറ്റിയോറുകൾ കടന്നു പോകുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ തൃശ്ശൂർ പൂരവും മനസ്സിൽ വെച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കരുത്, നിരാശയായിരിക്കും ഫലം. 1 മണിക്കൂറിലാണ് 180, അല്ലാതെ 1 സെക്കൻഡിലോ 1 മിനിറ്റിലോ അല്ല 180 മീറ്റിയോറുകൾ കടന്നു പോകുന്നത്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി നിങ്ങൾക്ക് മാർസ് ജൂപ്പിറ്റർ കൺജങ്ഷൻ കാണാൻ സാധിക്കും. അതായത് ചൊവ്വാഗ്രഹവും വ്യാഴവും വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഭൂമിയുടെ അടുത്തല്ല, ഈ 2 ഗ്രഹങ്ങളും വളരെയധികം ചേർന്ന് നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ്. മറക്കാതെ ഈ കാഴ്ച കാണാനായിട്ട് ശ്രമിക്കുക. അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും ഇത് ദൃശ്യമാവുക. ഓഗസ്റ്റ് മാസം 21-ാം തീയതി സാറ്റേൺ ലൂണാർ ഒക്കുൾട്ടേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ വർഷം കാണാൻ സാധിക്കുന്ന 3ാമത്തെ ഒക്കുൾട്ടേഷൻ ആണ്. 2ാമത്തെ ഒക്കുൾട്ടേഷൻ നമുക്ക് ഇന്ത്യയിൽ നിന്നാൽ, കേരളത്തിൽ നിന്നാൽ കാണാൻ സാധിക്കുമെങ്കിൽ ഇത് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലുമുള്ള മലയാളികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൃശ്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ മാസം 8-ാം തീയതി നമുക്ക് ജൂപ്പിറ്ററിനെ ഏറ്റവും അടുത്ത്, ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ആ ദിവസമാണ് ജൂപ്പിറ്റർ ഓപ്പോസിഷൻ എന്ന ഒരു ആസ്ട്രോണമിക്കൽ ഇവന്റ് സംഭവിക്കുന്നത്.
അതായത് ആ ദിവസത്തെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട്, സോളാർ സിസ്റ്റത്തിന്റെ വെളിയിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുക. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു നേർരേഖ സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സാറ്റേണിൽ പോയി കൂട്ടിമുട്ടുന്നതാണ്. അതായത് ഭൂമിയും സൂര്യനും സാറ്റേണും ഒരു നേർരേഖയിൽ വരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് സാറ്റേണിനെ ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എപ്പോൾ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങൾ കിഴക്കോട്ട് നോക്കുക, അവിടെ സാറ്റേണിനെ കാണാൻ സാധിക്കുന്നതാണ്. അർദ്ധരാത്രിയാകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് അത് എത്തിച്ചേരുന്നതാണ്. വെളുപ്പിനെ ആകുമ്പോഴേക്കും അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നതുമാണ്. സെപ്റ്റംബർ 18-നാണ് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ്, അതായത് ഭാഗികമായിട്ടുള്ള ചന്ദ്രഗ്രഹണം ദൃശ്യമാവുക. പക്ഷേ ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് നിരാശ തന്നെയാണ്. നമുക്കിത് കേരളത്തിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ ആഫ്രിക്കയിലോ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ആണെങ്കിൽ ഇത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. സെപ്റ്റംബർ 21-നാണ് നമുക്ക് നെപ്റ്റ്യൂൺ ഒപ്പോസിഷൻ എന്ന ആസ്ട്രോണമിക്കൽ ഇവന്റ് കാണാൻ സാധിക്കുന്നത്. നെപ്റ്റ്യൂൺ എന്ന സൗരയൂഥത്തിലെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തെ ഏറ്റവും വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിവസമാണ്. പക്ഷേ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാൻ പ്രയാസമാണ്. കാരണം ഇത് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ പ്രകാശം അവിടെ നേരിയ അളവിൽ മാത്രമേ അവിടെ എത്തിച്ചേരുന്നുള്ളൂ. അവിടെ സൂര്യപ്രകാശം എത്തിച്ചേർന്നാൽ മാത്രമാണല്ലോ അവിടെ റിഫ്ലക്ട് ചെയ്ത് അത് നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുക. പക്ഷെ നല്ലൊരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും വ്യക്തമായിട്ട് നെപ്റ്റ്യൂണിനെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിവസം തന്നെയാണ്. ഞാൻ എൻ്റെ ടെലസ്കോപ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ്, നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാവുന്നതാണ്. സെപ്റ്റംബർ 23-നാണ് ഓട്ടം ഇക്വിനോക്സ്. അതായത് ആ ദിവസം തുല്യ അളവിലുള്ള പകലും തുല്യ അളവിലുള്ള രാത്രിയുമാണ് ഉണ്ടായിരിക്കുക. സൂര്യൻ കൃത്യം നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് വരുന്ന ദിവസമായതുകൊണ്ടാണ് ഇപ്രകാരം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 2-ാം തീയതി നമുക്ക് ആനുലാർ സോളാർ എക്ലിപ്സ് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന സോളാർ എക്ലിപ്സ് തന്നെയാണ്. പക്ഷേ മലയാളികൾക്ക് ഇതിന് ഭാഗ്യമില്ല ഇത് കാണാനായിട്ട്. ഇത് ദൃശ്യമാകുന്നത് സൗത്ത് അമേരിക്കയിലും അന്റാർട്ടിക്കയിലുമുള്ള ആളുകൾക്കാണ്. ഒക്ടോബർ 9-ന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസം നിങ്ങൾക്ക് ജൂപ്പിറ്ററിനെ ആകാശത്ത് കാണാൻ സാധിക്കും. പക്ഷെ അന്നത്തെ ജൂപ്പിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് മുൻപുള്ള ദിവസങ്ങളിലെ ജൂപ്പിറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുമെങ്കിൽ ഈ ദിവസം നേരെ പടിഞ്ഞാറോട്ട് സഞ്ചാരം ആരംഭിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും അത് പടിഞ്ഞാറ് ഡിറക്ഷനിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ജൂപ്പിറ്റർ റിട്രോഗ്രേഡ് മോഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒക്ടോബർ 12-ന് ഷുജൻഷാൻ അറ്റ്ലസ് കോമറ്റിനെ ആകാശത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി വെളുപ്പിനെ ഒന്നും എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമില്ല. പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞുള്ള ആ ഒരു സമയം നോക്കുക, നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഒക്ടോബർ 14-ാം തീയതി ഇന്ത്യയിൽ നിന്നാൽ കേരളത്തിൽ നിന്നാൽ കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമുണ്ട്. സാറ്റേൺ ലൂണാർ ഒക്കുൾട്ടേഷൻ. സാറ്റേൺ നമ്മുടെ ചന്ദ്രന്റെ വളരെ അടുത്തായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വർഷം കാണാൻ സാധിക്കുന്ന 4ാമത്തെ ലൂണാർ സാറ്റേൺ ഒക്കുൾട്ടേഷൻ ആണിത്. ഒക്ടോബർ 17-ന് നമുക്ക് ചന്ദ്രനെ ഏറ്റവും വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫുൾ മൂൺ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എപ്പോഴും ഉണ്ടാകുന്നതല്ല സൂപ്പർ മൂൺ. ഫുൾ മൂണിൽ നമ്മൾ എത്രമാത്രം വലുപ്പത്തിലാണോ ചന്ദ്രനെ കാണുന്നത് അതിന്റെ 10% അധികം വലുപ്പത്തിലായിരിക്കും സൂപ്പർ മൂണിന്റെ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ലഭ്യമാകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നിലാവ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ദിവസമാണ്. കവിതകളൊക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ദിവസം വെളിയിലേക്ക് ഇറങ്ങുക, അന്നത്തെ മനോഹരമായിട്ടുള്ള ആ നിലാവ് ഒന്ന് കാണുക, കവിതകൾ ധാരാളമായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അയച്ചു തരിക, ഞാനും വായിക്കാൻ ശ്രമിക്കുന്നതാണ്. നവംബർ 17-ാം തീയതിയാണ് യുറാനസ് ഒപ്പോസിഷൻ ആസ്ട്രോണമിക്കൽ ഇവന്റ് സംഭവിക്കുക. യുറാനസിനെ ഏറ്റവും അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ദിവസം തന്നെയാണ്. കാരണം സൂര്യനും ഭൂമിയും യുറാനസും ഒരു നേർരേഖയിൽ വരുന്ന ഒരു ദിവസം മാത്രമാണിത്. ആ ദിവസം നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ ഇത് കാണാവുന്നതാണ്. കണ്ണുകൊണ്ട് കാണാൻ യുറാനസിനെ വളരെയധികം പ്രയാസമാണ്. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രകാശമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഡിസംബർ 8-ാം തീയതി ജൂപ്പിറ്റർ ഓപ്പോസിഷൻ സംഭവിക്കുന്നതാണ്. സൂര്യനും ഭൂമിയും ജൂപ്പിറ്ററും ഒരു നേർരേഖയിൽ വരുന്ന ദിവസമാണ്. ആ ദിവസം ജൂപ്പിറ്ററിനെ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഉൽക്കാവൃഷ്ടിയുടെ രാജാവ് എന്ന വിശേഷണം വരെ ലഭ്യമായിരിക്കുന്ന ജെമിനിഡ് മീറ്റിയോർ ഷവർ അല്ലെങ്കിൽ ജെമിനിഡ് ഉൽക്കാവൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 മണിക്കൂറിൽ 150 ഉൽക്കകൾ വരെ കാണാൻ സാധിക്കുന്നതാണ്. ജെമിനിഡ് മീറ്റിയോർ ഷവറിന് ഉൽക്കകളുടെ രാജാവ് എന്നൊരു വിശേഷണം ലഭ്യമാകാൻ അതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ റീസൺ തന്നെ ഉണ്ട്.
കാരണം പല നിറത്തിലുള്ള മിറ്റ്യൂറുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല നിറത്തിൽ ഇങ്ങനെ മിറ്റ്യൂറുകൾ ആകാശത്തൂടെ പോകുന്നതായിട്ട്, അതായത് അത് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം കത്തുന്നതാണ്. അത് കത്തുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ വരുന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം ആ മിറ്റ്യൂറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളുണ്ട്. ഓരോ പദാർത്ഥങ്ങളും കത്തുമ്പോൾ ഓരോ നിറങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബറിൽ ഈ സമയത്ത് കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഇത്തവണയും നിങ്ങളത് മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കുക. ഈ വർഷത്തിലെ ആസ്ട്രോണമിക്കൽ ഇവൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ ചിലതൊക്കെ ഞാൻ എൻ്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അത് വീഡിയോ ആക്കി ഞാൻ ഈ ചാനൽ തന്നെ ഇടുന്നതുമാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാളൊക്കെ മൂല്യമുള്ള ഒന്നുണ്ട്: ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുക, അതും ഒരു ഇൻ്റർനാഷണൽ ജേണൽ തന്നെ. ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. ബ്രൈറ്റ് കേരളൈറ്റ് ഒരു കോഴ്സ് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ശാസ്ത്ര പ്രബന്ധം ഇൻ്റർനാഷണൽ ജേണൽ പബ്ലിഷ് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അതിനു പുറമെ നിങ്ങൾക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നതാണ്. ശാസ്ത്ര പ്രബന്ധം നിങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് തന്നെയാണ്. ആ പ്രബന്ധം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ട് മാറാനുള്ള അവസരവുമുണ്ട്. നിങ്ങൾ PhD കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ ഇത് അതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് മാറുന്നതുമാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കുക. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള അഡ്വാൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്.